ഹായ്, വെൽക്കം ടു പെപ്പ ഹൗസ്. ഇന്ന് നമ്മൾ വാനില കപ്പ് കേക്കാണ് ഉണ്ടാക്കുന്നത്. പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന അതേ രുചിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം. ബട്ടർ എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് മൈദ, 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര തന്നെ എടുക്കുക. പിന്നെ വാനില എസൻസ് എടുത്തിട്ടുണ്ട്, ബേക്കേഴ്സിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. എനിക്കിതിനാണ് ഒന്നുകൂടി നല്ലൊരു ഫ്ലേവർ തോന്നിയിട്ടുള്ളത്. ഒരു മുട്ട, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനി ഒരു ബൗളിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ 100 ഗ്രാമിൻ്റെ ഒരു ബട്ടർ പീസാണിത്. ഇതിന്ന് 1/4 ഭാഗത്തോളം ഞാൻ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു ബീറ്റർ വെച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിതൊന്ന് സ്ലൈസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ബീറ്റായി കിട്ടും. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കുക. പൊടിച്ചത് തന്നെ ചേർക്കുക, അങ്ങനെയാണെങ്കിൽ നല്ലപോലെ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുക. മുട്ടേൻ്റെ കൂടെ തന്നെ വാനില എസൻസും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വാനില കപ്പ് കേക്കിന് ഒട്ടും തന്നെ ആ മുട്ടേൻ്റെ മണം ഉണ്ടാവില്ല. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇപ്പം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഒരു സീവറിലേക്ക് നമ്മുടെ മൈദപ്പൊടി ചേർത്തിട്ട് അരിച്ച് ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ അതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുക. ഇത് അരച്ചതിന് ശേഷം നമ്മൾ നേരിട്ട് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൊടി ആയതുകൊണ്ട് തെറിക്കും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്പാച്ചിൽ വെച്ച് ഞാനൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് ബീറ്റ് ചെയ്യുന്നത്. ഈ ടൈമിൽ ക്യാമറ ഒന്ന് ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടുണ്ട്, അതുകൊണ്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഇത്രയും മതിയാകും. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി നല്ല കറക്റ്റായിട്ട് വരും. നമ്മുടെ കേക്ക് ബാറ്ററിൻ്റെ അത്ര തന്നെ കൺസിസ്റ്റൻസി ആവില്ല, ഒന്നും കൂടി തിക്കായിരിക്കും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി. അങ്ങനെയാണ് എങ്കിലാണ് നമ്മുടെ കേക്ക് നല്ല രീതിക്ക് നമുക്ക് കിട്ടുക. ഇനി ഇത് നമുക്ക് കപ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ വലിയൊരു പേപ്പർ കപ്പിൻ്റെ അകത്താണ് നമ്മുടെ കപ്പ് കേക്കിൻ്റെ കപ്സ് ഇറക്കി കൊടുത്തിട്ടുള്ളത്. എൻ്റെ അടുത്ത് ഇതിൻ്റെ മൗൾഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തത്. അപ്പോൾ മൗൾഡ് ഇല്ലാത്തവർക്ക് ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു സ്പൂണിന് 2 സ്പൂണോളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത്. ഏകദേശം നമ്മുടെ കപ്പിൻ്റെ ഒരു അര ഭാഗത്തോളം ആണ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പൊങ്ങി വന്നു. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ചെയ്യാനായിട്ട് നോക്കുക. മോൾഡ് ഉള്ളവർ അതിൽ ഫില്ല് ചെയ്യുക. പിന്നെ നമ്മൾ ഓവനിലല്ല ഇതിപ്പോൾ ബേക്ക് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതുപോലത്തെ കപ്പ് എടുത്തത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ബേക്കായി കിട്ടും. നിങ്ങൾക്ക് ബാറ്റർ കണ്ടാലറിയാം, നമ്മളിപ്പോൾ എടുത്തൊരു ക്വാണ്ടിറ്റി വെച്ചിട്ടൊരു 6-7 ഒക്കെ കപ്പ് കേക്ക് നമുക്ക് ഉണ്ടാക്കാനായിട്ട് ബാറ്റർ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് കൂടുതലാണ് വേണ്ടെങ്കിൽ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള അളവിൽ നിന്ന് ഇരട്ടിയാക്കിയിട്ട് എടുക്കുക. കപ്സിനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോവാനായിട്ടാണ്. നാല് കപ്പിൽ ഞാൻ ബാറ്റർ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതിൻ്റെ മുകൾ വശം ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിലാണ് നമ്മുടെ കപ്പ് കേക്ക് ബേക്കായി വരുമ്പോൾ കറക്റ്റായിട്ട് വരിക. ഇല്ലെങ്കിൽ നമ്മളുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്ത ഒരു ലെവൽ കറക്റ്റ് അല്ലെങ്കിൽ ശരിയായിട്ട് വരില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കിയിട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ 25 മിനിറ്റാണ് ഇത് ബേക്ക് ആവാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇഡ്ഡലി തട്ടിലാണ് ബേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ബേക്കായി കിട്ടി. അതുമാത്രമല്ല, നമുക്ക് ഈ കപ്പിൽ നിന്ന്
പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടോ, അധികം ഒട്ടിപ്പിടിച്ചൊന്നും നിന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ടിപ്പ് ട്രൈ ആക്കുക. ഇങ്ങനെ ആകുമ്പോൾ കപ്പ് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ റെസിപ്പി ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ആക്കുക, നല്ല ടേസ്റ്റിയാണ്. കൂടാതെ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.